ന്യൂസിലൻഡിലെ എല്ലാ നേഴ്സസും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസാണ് ട്രീറ്റി ഓഫ് വൈറ്റാങ്കി. കൾച്ചറിൽ സേഫ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് നോ വാട്ട് ഈസ് ട്രീറ്റി ഓഫ് വൈറ്റാങ്കി. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മാത്രമേ ഈവൻ നേഴ്സസിന് ഒരു കാര്യം അറിയാമെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കൗൺസിൽ വിൽ റീവെരിഫൈ and they will issue either a CAP course nor will be a OSCE test. So it depends upon the New Zealand Nursing Council. ICAC നമ്മൾ അറ്റ്ലീസ്റ്റ് 1 month ബിഫോർ ട്രാവൽ ടു ന്യൂസിലാൻഡ് CAP കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ICAC ചെയ്യണം. ഹവർ പുതിയ സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ വിൽ ഗൈഡ് when you are supposed to do the ICAC. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സോ വി ആർ ഹിയർ ടു ഡു അവർ CAP course. ബേസിക്കലി CAP course between 4 to 6 weeks. Just finish your CAP course with your limitations. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ദിസ് മൈഗ്രേഷൻ, നത്തിങ് എൽസ്. Hi, this is Jijo from Ocean News. At present, we are in Auckland, coming all the way from Wellington. The reason that we are here, we came to meet Mr. Jijo from MindTree Nursing Solution Agency. If we talk about Jijo, I believe all of you are aware of his self-help service. He makes sure that each and every migrant coming from MindTree or other agencies, they get the best service ever. So, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രദേശത്തെ കുറേ ആൾക്കാർ they are willing to migrate to New Zealand. അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, ഇവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്. So we believe that Jijo is the best person to answer all those questions and it could be much more productive. So coming to Jijo. Hi Mr. Jijo, how are you? Hi, I'm good, thank you. Thank you so much for your time. Can you please explain what are the changes made in Nursing Council? New Zealand Nursing Council recently done lots of changes in competency assessment requirements, especially for internationally qualified nurses. So the major changes happened in December 4, 2023. People who all are registered through the CGFNS then paid the fees before December 4th in New Zealand Nursing Council for their IQN application fees will be moved to another pathway called as Objective Structured Clinical Pathway and an online examination. അതായത് ഡിസംബർ 4th മുന്നേ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെല്ലാം പഴയ പാത്വേയിൽ തന്നെ പോകും. ഡിസംബർ 4th തുടങ്ങി രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് 2 കോമ്പറ്റൻസി അസസ്മെൻ്റ് ആണ് പോകുന്നത്. ഒന്നാമത്തതായിട്ട് അവർ പോകുന്നത് ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാമിനേഷൻ. ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാമിനേഷന് 2 പാർട്ടുണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1 എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 2 തിങ്സ്. ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. എക്സാമിനേഷൻ എ പാർട്ട് മെഡിക്കേഷൻ സേഫ്റ്റി കുറിച്ചുള്ള ഒരു ഓൺലൈൻ എക്സാമിനേഷനാണ്. പാർട്ട് 2 നേഴ്സിംഗ് നോളജിനെ കുറിച്ചുള്ള എക്സാമിനേഷനാണ്. സോ ഇതിന് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അറൗണ്ട് $140 കോസ്റ്റ് ആവുന്നത്. ഈ എക്സാമിനേഷൻ നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്നു പിയേഴ്സ് ആൻഡ് വൂ സെൻറ്റേഴ്സിൽ പോയി എക്സാം അപ്പിയർ ചെയ്യാവുന്നതാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ 2 എക്സാമിനേഷനും സെപ്പറേറ്റ് എഴുതി ഇൻ കേസ് നമ്മൾ അതിനകത്ത് ഫെയിൽ ആവുകയാണെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പാർട്ട് എ മെഡിക്കേഷൻ സേഫ്റ്റി ആ പാർട്ടാണ് നമ്മൾ ഫെയിൽ ആയെങ്കിൽ വി ക്യാൻ ജസ്റ്റ് റീസിറ്റ് ഓൺലി ദാറ്റ് പർട്ടിക്കുലർ ടെസ്റ്റ് വിച്ച് കോസ്റ്റ് അറൗണ്ട് ഓൺലി $32. സെയിം ടൈം നേഴ്സിംഗ് നോളജ് ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഓഫ് നേഴ്സിംഗ്, ട്രീറ്റി ഓഫ് വൈറ്റാങ്കി, കൾച്ചർ സേഫ് പ്രാക്ടീസ്, ഓൾ ഓഫ് ദീസ് തിങ്സ് വിൽ ഇൻക്ലൂഡ്. സോ ഈ പാർട്ടാണ് നമുക്ക് റീസിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് $108 ഇതിന് കോസ്റ്റ് ആവുന്നത്. സോ ഇതിനകത്ത് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ക്ലിനിക്കൽ കോമ്പിറ്റൻസ് അസസ്മെൻറ്റ്. സോ ആദ്യത്തെ പാർട്ട് നമ്മൾ പറഞ്ഞത് IQN തിയറിറ്റിക്കൽ എക്സാമിനേഷൻ, ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ് തിയറിറ്റിക്കൽ എക്സാമിനേഷൻ. ഇത് കണ്ടക്ട് ചെയ്യുന്നത് പിയേഴ്സ് ആൻഡ് വൂ ഓൾ ഓവർ ദ വേൾഡ്. അറൗണ്ട് മോർ ദാൻ 180 സെൻറ്റേഴ്സ് അവർക്കുണ്ട്. എവിടെ വേണേലും നേഴ്സസിന് ഈസി ആയിട്ട് പോയിട്ട് ഈ എക്സാം എഴുതാൻ സാധിക്കും. പാർട്ട് 2 നടക്കുന്നത് ന്യൂസിലൻഡിലാണ്. ക്ലിനിക്കൽ കോമ്പിറ്റൻസ് അസസ്മെൻറ്റ് ഫോർ IQN. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നേഴ്സ് മോഡേഴ്സ് സിമുലേഷൻ സെൻ്ററാണ്. ഇത് ക്രൈസ്റ്റ് ചർച്ചിലാണ് ന്യൂസിലൻഡിൽ ഉള്ളത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് ഇത് നടക്കുന്നത്. ഓറിയൻറ്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ കോഴ്സ്. സോ ഓറിയൻറ്റേഷൻ കോഴ്സിന് വരുന്നത് ഏകദേശം $500 ആയിരിക്കും.
എന്നാൽ ഓസ്കി എക്സാമിനേഷൻ റിയൽ എക്സാമിനേഷൻ വരുന്നത് $3,000 ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് 2 days ടോട്ടൽ ഓഫ് 3 days ആണ് ഈ എക്സാമിനേഷൻ. അതിൻ്റെ ഒരു പാക്കേജ് നേഴ്സസ് മോഡേ സെൻറ്ററിൽ ക്രൈസ്റ്റ് ചർച്ചിൽ പോയി നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് 2 days അവരുടെ ഓറിയൻറ്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ആയിരിക്കും. ദേ ആർ ഗോയിങ് ടു ജസ്റ്റ് ഗിവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ അബൌട്ട് ഹൗ ഓസ്കി ഗോയിങ് ടു ഹാപ്പൻ, ഹൗ മെനി സ്റ്റേഷൻസ് വിൽ ബി ദെയർ, വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഗോയിങ് ടു ബി ദെയർ. ദേ വിൽ ഗിവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ, okay, which cost around $500. Third day, 3 hours clinical examination. That is called as objective structured clinical examination. Around പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഈ ഓസ്കി ഏത് മോഡലാണ്. ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ സെപ്പറേറ്റ് അവരുടെ തന്നെ കൾച്ചർ, സേഫ്റ്റി, ട്രീറ്റി ഓഫ് വൈറ്റാങ്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഹൗവർ എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിലുമായിട്ട് വളരെയധികം ഹെൽത്തി റിലേഷൻഷിപ്പിൽ പോകുന്നതായതുകൊണ്ട് കൈൻഡ് ഓഫ് ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സിസ്റ്റത്തിൽ കൂടെ ആയിരിക്കാം പോകുന്നത്. ബട്ട് സോ ഫാർ ഫസ്റ്റ് ബാച്ച് ഇതുവരെ വന്നിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഉറപ്പായിട്ട് അവർ അറിയിക്കുന്നതായിരിക്കും. പക്ഷേ ഓസ്കി എക്സാമിനേഷൻ ഇൻ കേസ് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് ഓസ്കി എക്സാമിനേഷൻ മാത്രമായിട്ട് റീസിറ്റ് ചെയ്യാം. ആ റീസിറ്റ് ചെയ്യുന്നതിന് $3,000 ആവും. സോ ടോട്ടൽ ക്യാപ് കോഴ്സ് പ്രീവിയസ്ലി കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് അറൗണ്ട് 4.5 lakh Indian rupees, അതായത് ഡോളറിൽ പറയുകയാണെങ്കിൽ അറൗണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 8,000 to 9,000 ന്യൂസിലൻഡ് ഡോളർ തൊട്ട് $15,000 ന്യൂസിലൻഡ് ഡോളർ വരെയായിരുന്നു കോസ്റ്റ്. ആ കോസ്റ്റ് റെഡ്യൂസ് ആയിട്ട് ടോട്ടൽ ഓഫ് നമുക്കിപ്പോൾ $140 ന്യൂസിലൻഡ് ഡോളർ മാത്രമാണ് ഓൺലൈൻ എക്സാമിനേഷൻ വരുന്നത്. $3,500 ന്യൂസിലൻഡ് ഡോളറാണ് ഓസ്കിക്ക് വരുന്നത്. സോ ടോട്ടൽ 3,500 പ്ലസ് 140 $3,640 ആണ് കോസ്റ്റ് വരുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ ഇതിനകത്ത് ഫെയിൽ ആവുകയാണെങ്കിൽ റീസിറ്റ് ചെയ്യേണ്ടി വരും, റീ അപ്പിയർ കൊടുക്കേണ്ടി വരും. സോ ഇതാണ് റീസെൻ്റ് വന്ന ചേഞ്ചസ്. തിയറിറ്റിക്കൽ എക്സാമിനേഷനും ക്ലിനിക്കൽ കോമ്പിറ്റൻസി പ്രോസസ് ചേഞ്ചും, ഈ 2 ചേഞ്ചസ് ആണ് വന്നേക്കുന്നത്. ജസ്റ്റ് ടു ആഡ് ഓൺ, ഈ ചേഞ്ചസ് എന്താ വരുത്തിയത് from CAP? Council has introduced a new process in order to offer an objective, standardized and consistent approach to assess competence. അതോടൊപ്പം തന്നെ protect the public safety by being objective and fair while requiring knowledge of New Zealand unique practice settings. ന്യൂസിലൻഡിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞും ന്യൂസിലൻഡിൻ്റെ കൾച്ചർ അറിഞ്ഞും മനസ്സിലാക്കിയുമായിട്ട് വരുന്ന ഒരു യുണീക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് നേഴ്സസിനെ ക്വാളിറ്റിയോടുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരിത് കൊണ്ടുവന്നേക്കുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് അപ്ഹോൾഡിംഗ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ട്രീറ്റി ഓഫ് വൈറ്റാങ്കി ബൈ റിക്വയറിംഗ് കൾച്ചറലി സേഫ് പ്രാക്ടീസ് എക്സാമിൻഡ് ഇൻ ദ ഓസ്കി. സോ ഓസ്കിയിലെ ഏറ്റവും വലിയ മേജർ കമ്പോണൻ്റ് ആയിരിക്കും ട്രീറ്റി ഓഫ് വൈറ്റാങ്കി. ന്യൂസിലൻഡിലെ എല്ലാ നേഴ്സസും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ് ട്രീറ്റി ഓഫ് വൈറ്റാങ്കി. കൾച്ചറൽ സേഫ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് നോ what is treaty of Waitangi. So അതോടെ തന്നെ അലൈൻ വിത്ത് അതർ ഇൻ്റർനാഷണൽ റെഗുലേറ്റർ ടേക്കിംഗ് സിമിലർ അപ്രോച്ച് എന്നവർ കൗൺസിലിൻ്റെ സൈറ്റിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഓസ്ട്രേലിയ ഹാസ് ഇംപ്ലിമെൻറ്റഡ് ദ സെയിം സിസ്റ്റം, UK has implemented the same system, Ireland has implemented the same system. So യൂറോപ്യൻ കൺട്രീസ് എല്ലാം തന്നെ ഓസ്കി എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് അവരുടെ കൗൺസിൽ റിക്വയർമെൻറ്റ് അല്ലെ അസസ്മെൻറ്റ്, കോമ്പറ്റൻസി അസസ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്. So basically our New Zealand Nursing Council adopting to the new changes and making or getting a new nurses into this kind of level of quality by adopting culture safety. Okay. താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പം ഈ കൾച്ചർ എന്ന് പറഞ്ഞില്ലയോ, ഇപ്പം എക്സ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ നഴ്സസിനെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ, ഓൾ മലയാളി നഴ്സസിനെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് എത്രത്തോളം അത് ചാലഞ്ചിങ് ആയിരിക്കും ടു ചേഞ്ച് ദ കൾച്ചർ? ഒരുപാട് ചലഞ്ചസ് തന്നെയായിരിക്കും. ബിക്കോസ് ന്യൂസിലൻഡിൻ്റെ കൾച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും അവർക്ക്. കൾച്ചർ മാത്രമല്ല, കൾച്ചറിൻ്റെ ഇൻ റിഗാർഡ്സ് വിത്ത് കൾച്ചർ അവർ വരുന്ന നമ്മുടെ അവിടെ ഓരോ റിലീജിയനും ഓരോ രീതിയിലായിരിക്കും. അവർക്ക് ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ന്യൂസിലാൻഡിലോട്ട് വരുമ്പോൾ. ട്രീറ്റി ഓഫ് വൈറ്റാങ്കിയുടെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് കഴിയുമ്പം വി വോണ്ട് ബി ഏബിൾ ടു ഡു സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ഹിയർ ആക്ച്വലി. ഓക്കെ, സോ അത് മനസ്സിലാക്കി പേഷ്യൻറ്റിനെ ഹൗ ഡു വി റെസ്പെക്ട്, ഹൗ ഡു വി എക്സ്പ്ലെയിൻ, ഈവൻ ബിഫോർ ടച്ചിങ് ദ പേഷ്യൻറ്റ് വി ഹാവ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ബേസിക് പ്രിൻസിപ്പിൾസ് ടു ഫോളോ. We have to get the consent, we have to introduce yourself, whom you are, we have to, like in India sometimes nurses may enter without knocking. We don't know.
So it depends upon how busy the center. Small centers, they won't be able to give a big door or something else. Small hospitals. So major hospitals are following. They will knock the door and they will excuse, they will introduce. So in India, ഈ kind of things develop ആവുന്നുണ്ടെങ്കിൽ പോലും സാധാ ഗ്രാമീണ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ കൈൻഡ് ഓഫ് സ്റ്റാർട്ടിങ് എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് ഒരു ലിമിറ്റഡ് ആക്സസ് ആയിരിക്കും അവർക്ക്. കാരണം ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഡോർ ഇല്ല നോക്ക് ചെയ്ത് കയറിപ്പാൻ. അവർ ആസ് യൂഷ്വൽ കയറിപ്പോയി നോക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഇറങ്ങി പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട് നാട്ടിൽ. എന്നിരുന്നാലും ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ദേ വിൽ നോക്ക് ഫസ്റ്റ്, ദേ വിൽ ഇൻട്രൊഡ്യൂസ്, ദേ വിൽ ഷോ യുവർ ID card ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ദ കറക്റ്റ് നേഴ്സ് ട്രീറ്റിംഗ് ഫോർ യു. And they will explain what I am going to do it, why I am going to do it. They will explain each and everything and they will clear all the doubts from the patient side. So ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഈവൻ നേഴ്സസിന് ഒരു കാര്യം അറിയാമെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രോപ്പറായിട്ട്. അല്ലെങ്കിൽ അത് എഗെയിൻസ്റ്റ് ദ സേഫ്റ്റി പ്രാക്ടീസ് ആയിട്ട് മാറും. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഒരു നേഴ്സിന് നാട്ടിലുള്ള രീതി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, ഈ സ്കോപ്പ് ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസിനകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നോട്ട് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. ഈവൻ ദോ യു ആർ ഡൂയിങ് ഔട്ട്സൈഡ്, ഈവൻ ദോ യു ആർ ഡൂയിങ് ഇൻ യുവർ ഹോം കൺട്രി. അതാണ് ന്യൂസിലാൻഡ് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് എ ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. വാട്ട് എവർ ദ സ്കോപ്പ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇൻ കോമ്പിറ്റൻസി. If you have a competence to do this particular procedure, you can do it without any problem. But if you don't have, you must follow that. Okay. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. That's good. നമ്മുടെ ലാംഗ്വേജ് റിക്വയർമെന്റ്, ഐ മീൻ ലാംഗ്വേജ് അസസ്മെന്റിനകത്ത് ചേഞ്ചസ് വല്ലതും വന്നിട്ടുണ്ടോ? No changes happen in language requirements. Okay. New Zealand Nursing Council implemented a language recent, maybe last year. Changes happens, I think 2022 August. So the changes is like this: writing C+, rest all B grade. ഇതാണ് OET-ലുള്ള സ്കോർ. റൈറ്റിംഗ് C+, മറ്റുള്ള ഗ്രേഡുകൾക്ക് B ഗ്രേഡ് അത് 1 ഇയറിനുള്ളിൽ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. വിത്തിൻ 1 ഇയർ ഓൾ ദീസ് റിസൾട്ട്സ് ക്യാൻ ബി ക്ലബ്ഡ്. ദർ ഈസ് നോ ബേസിക് സ്കോർ. സോ എക്സാമ്പിൾ, എല്ലാ ആൾക്കാരുടെ ഒരു ഡൗട്ടാണ്, നമുക്കിപ്പം റീഡിങ് നെക്സ്റ്റ് ടൈം എഴുതിയപ്പോൾ C ആയിപ്പോയി, ക്യാൻ വി ക്ലബ് ഓർ നോട്ട്? വി ക്യാൻ ക്ലബ്. 4 modules ആണുള്ളത്: റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഓൾ 4 modules ഹാവ് സർട്ടൻ സ്കോർസ്. എക്സെപ്റ്റ് റൈറ്റിംഗ് എവറിത്തിങ് B ഗ്രേഡ്, റൈറ്റിംഗ് C+. ഇതിനൊരു ബേസിക് സ്കോറില്ല. ക്ലബ് ചെയ്യുന്ന സമയത്ത് ഈ 4നും റെസ്പെക്റ്റീവ് സ്കോർ കിട്ടുന്ന 4 സ്കോർ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. വിത്തിൻ 1 ഇയർ ക്ലബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സാം ഡേറ്റ് തുടങ്ങിയിട്ടാണ്, റിസൾട്ട് ഡേറ്റ് അല്ല. ദ ഡേറ്റ് ഓഫ് എക്സാം വെൻ യു ആർ അപ്പിയറിംഗ് ദ OET എക്സാമിനേഷൻ ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റ് ടു 1 ഇയർ. സോ എക്സാമ്പിൾ 12th ഓഗസ്റ്റിനാണ് നമ്മൾ എക്സാം എഴുതുന്നതെങ്കിൽ, 2023 എഴുതുന്നതെങ്കിൽ 12th ഓഗസ്റ്റ് അല്ല, 11th ഓഗസ്റ്റ് 2024 നമ്മുടെ OET-യുടെ 1 ഇയർ ക്ലബിങ് എക്സ്പയർ ആവും. ഓക്കെ. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ചേഞ്ചസ് വന്നല്ലോ നഴ്സിംഗ് കൗൺസിലിൽ. So what if I applied before that changes? So people who already applied in New Zealand Nursing Council, not in CGFNS, that is the biggest confusion now. Okay, CGFNS is an external third party who verify your documents, who just verify your documents and submit the preliminary report to New Zealand Nursing Council. Okay. So the changes ഇങ്ങനെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. Before 4th December, whoever registered in New Zealand Nursing Council, they will be following the old pathway, competency assessment, which is the CAP program, valid for only 1 year. Before it was 2 year. Currently New Zealand Nursing Council issuing a CAP letter valid for only 1 year. So in case നിങ്ങൾക്ക് ഈ 1 ഇയറിനുള്ളിൽ ക്യാപ്പ് സീറ്റ് കിട്ടിയില്ല, അല്ലെ ഓഫർ കിട്ടിയില്ല, നിങ്ങൾക്കത് ഇവിടെ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൗൺസിൽ വിൽ റീവെരിഫൈ and they will issue either a CAP course nor will be a OSCE test. Okay. So it depends upon the New Zealand Nursing Council. Okay. Okay. I think there will be both options available. Okay. Sorry, enroll nurse-നെ കുറിച്ചൊന്ന് പറയാമോ? Is there any changes or? Enroll nurses-ന് the New Zealand Nursing Council is developing a new process. Okay. It is still under processing actually. Okay. There is a new pathway going to be implemented very soon. However, currently New Zealand Nursing Council is following CAP old pathway. They will be going to do the CAP course, but the announcement going to be very soon for enrolled nurses as well. But enrolled nurses ആണോ registered nurses ആണോ എന്നുള്ളത്
ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിലാണ് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. Okay. ഫോർ ദാറ്റ് യു നീഡ് ടു ഫിനിഷ് യുവർ CGFNS ആപ്ലിക്കേഷൻ, വെരിഫൈയിങ് ഓൾ യുവർ ഡോക്യുമെൻറ്റ്സ്, then start your application in New Zealand Nursing Council. They will do, case officer will do the thorough assessment. The case officer will decide whether you are going for an enrolled nurse or an registered nurse. So if it is an enrolled nurse, they will look the pathway what is currently going on according to the time frame or time when the decision letter is implementing. So ക്യാപ്പ് ആണെങ്കിൽ ക്യാപ്പ്, അതല്ല പുതിയ സിസ്റ്റത്തിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പുതിയ സിസ്റ്റത്തിൻ്റെ ഡിസിഷൻ ലെറ്റർ ആയിരിക്കും പോകുന്നത്. നിലവിൽ ക്യാപ്പിൻ്റെ ഡിസിഷൻ ലെറ്ററാണ് എൻറോൾ നഴ്സസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. വാട്ട് ഇഫ് ഐ ആം ആൻ ഓസ്ട്രേലിയൻ നഴ്സിംഗ് practitioner and I want to work in New Zealand? അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പറയാമോ? Australian nurses, they have a separate process of doing the New Zealand registration. They have a TTMR agreement with Australia and New Zealand, mutual understanding agreement ആണ് അതുള്ളത്. Okay, so അതിന് separate pathway ആണ്. They are not going to do the OSCE examination or online examinations or anything. So they are going to convert the license to New Zealand Nursing Council. Okay, without too much paperwork or anything. Is it smooth? It is a very smooth and easy pathway. So there is not too much paperwork. Okay. Yeah. ICHC എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പറയാം. ICHC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക്. അത് ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഓൺസ് ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. അത് PCC ആയിട്ട് ബന്ധമില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ PCC, പോലീസ് ക്ലിയറൻസ് ആണ്. പക്ഷേ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊക്കെ കൺട്രികളിൽ ജോലി ചെയ്തിട്ടുണ്ടോ, പ്രീവിയസ് ലാസ്റ്റ് 7 years ഏതൊക്കെ കൺട്രിയിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടോ. സോ ബേസിക്കലി വെൻ വി സ്റ്റാർട്ട് ദ ആപ്ലിക്കേഷൻ, ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഈസ് ആസ്കിങ് യുവർ ലാസ്റ്റ് 10-year experience. Okay, out of this 10 years they are looking for the 7 years experience. Okay, so the 7 years wherever the country we have lived and worked, they will be checking ICSC ചെയ്യുന്നത് ഓസ്ട്രേലിയയിലുള്ള ഫിറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ്. എത്ര കൺട്രിയിൽ പോയിട്ടുണ്ടോ ഈച്ച് കൺട്രി വിൽ കോസ്റ്റ് അറൗണ്ട് സെപ്പറേറ്റ് കോസ്റ്റ്. ഇൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ആവറേജ് 10,000 Indian rupees ആവും ഒരു കൺട്രിയുടെ ICSC ചെയ്യുന്നതിന്. ഈച്ച് കൺട്രി ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് 3 countries 30,000 വരും. ഓൺലി 1 country then it will be 10,000. അപ്രോക്സിമേറ്റ് ഫിഗർ ആണ്. ഇത് ഓസ്ട്രേലിയൻ ഡോളറിലാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. സോ ICSC നമ്മൾ അറ്റ്ലീസ്റ്റ് 1 month ബിഫോർ ട്രാവൽ ടു ന്യൂസിലാൻഡ് ക്യാപ് കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ICSC ചെയ്യണം. ഹവർ പുതിയ സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ വിൽ ഗൈഡ് when you are supposed to do the ICSC. ICSCക്ക് വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there is a validity actually. I understand that I am 100% not sure. It is average like a 6 months. 6 months. Okay, 6 months validity ഉള്ളത്. But in case 6 months over ആയിട്ടുണ്ടെങ്കിലും ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ will give an information. നിങ്ങൾ ICSC expire ആയിട്ടുണ്ട്. You just need to renew it actually. We can do it. It is only one time. Pay again or? You no need to repeat it actually. But sometimes until unless New Zealand Nursing Council is getting to repeat it, no need to repeat. But basically 6 months is more than enough. So first thing, New Zealand Nursing Council will guide you when supposed to do the ICSC. Yeah. So with the decision letter, it is clearly mentioned. You need to read the decision letter. It will clearly mention how many countries you are going to do the ICSC. The majority of the problem ICSC സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICSC ചെയ്യുമ്പോൾ ഇതിനകത്ത് 2-3 മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എത്ര നെയിംസ് ഉണ്ട്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, സർ നെയിം, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ആ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ അഡീഷണൽ നെയിം എല്ലാം നമ്മൾ എൻഷുർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വെൻ APC കംസ് ദേ വിൽ ബി ആസ്കിങ് യു ഡോണ്ട് ഹാവ് ആൻ ICSC അണ്ടർ ദിസ് നെയിം. സോ ഈ കൈൻഡ് ഓഫ് സിമിലർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ICSC എപ്പോഴും ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് APC ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. If you have a different name, you need to declare that. If you have some other change of name, address change, if you have lived some other places, if you have some other related matter questions where fit to work is asking, you need to fill each and everything. Especially people from UK, they have to submit a proper consent for doing ICSC. Okay. Good. So simply saying 1 month before, at minimum we need to do the ICSC. Depends upon the country how long it will take. Usually for India and all it takes only maximum 5 working days. Sorry, just to confirm, minimum 1 month before. Minimum 1 month before you travel to New Zealand, because when you travel to New Zealand
you have started your ICSE already. So ICSE is required when New Zealand Nursing Council wants to do the APC for you. APC means Annual Practicing Certificate. So if you need a New Zealand Nursing Council registration, you must complete ICSE. സോ നമ്മുടെ അസസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കേസ് ഓഫീസർ APC ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാപ് കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഓസ്കി എക്സാമിനേഷൻ കഴിയുമ്പോഴാണ് അവർ നോക്കുന്നത് ICSE കംപ്ലീറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളത്. സോ അപ്പോൾ ICSE കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ വിൽ ഗീവ് യു another invitation link to do the ICSE. The problem, it will again take time. So in order to save the time, you must finish your ICSE at least 1 month before travel. Basically, I would say New Zealand, with the new process, New Zealand Nursing Council is going to clearly explain when you are supposed to do the ICSE. Okay. You no need to do too earlier actually. ഇപ്പം നമ്മളൊരു പ്രൊസീജിയർ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ന്യൂസിലാൻഡിലോട്ട് വരാൻ. Can we withdraw that in case of change of mind? Of course, 100%. We can withdraw the application even with the CGFNS, even with the New Zealand Nursing Council. There is nothing wrong in that. The only problem, you won't get money refunded. Okay. CGFNS will cost around 300 US dollar. You will not get returned. 485 New Zealand dollar will cost for New Zealand Nursing Council IQ and application fees. ഈ രണ്ട് ഫീസ് നമുക്ക് റീഫണ്ട് ആവത്തില്ല, ബട്ട് വി ക്യാൻ സ്റ്റോപ്പ് ദിസ് പ്രോസസ് അറ്റ് എനി ടൈം വെൻ എവർ യു വാണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുറേ കാലം കൊണ്ട് ആൾക്കാർ UK അയർലൻഡിലോട്ടൊക്കെ ആയിരുന്നു മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷങ്ങളിൽ ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ. സോ ന്യൂസിലാൻഡിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഈ വർഷത്തിൽ കുറേ അക്കോമഡേഷൻ്റെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അക്കോമഡേഷൻ ആക്ച്വലി അതൊരു ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ദിസ് ഈസ് വാട്ട് ന്യൂസിലാൻഡ്. ഇറ്റ് ഈസ് നോട്ട് എ ലക്ഷറി പ്ലേസ് ആക്ച്വലി. ടു ബി ഹോണസ്റ്റ്, ന്യൂസിലാൻഡ് ഈസ് ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് എ കേരള. നമ്മുടെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചിരുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെയാണ്. ഇപ്പം മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഫീൽ അപ്സെറ്റ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ കമ്മിങ് ഫ്രം ഗൾഫ് കൺട്രീസ്. വെൻ യു ആർ ഇൻ പ്ലേസസ് ലൈക്ക് ദുബായ്, ഖത്തർ, സോ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അക്കോമഡേഷൻ ഫെസിലിറ്റിയും അവിടുത്തെ ഒരു സെറ്റപ്പും വെച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലാൻഡ് ഹാവ് എ സ്മോൾ ഹൗസിംഗ് സിസ്റ്റം വെയർ ഈവൻ 3 bedroom or 4 bedroom only 1 toilet available. People will stay like whole family, 2 husband, wife, 3 kids, maybe one person will be you are accommodating for a sharing. Okay, so എല്ലാ ആൾക്കാർക്കും കൂടെ യൂസ് ചെയ്യാൻ മിനിമം സ്പേസ് ആയിരിക്കും. സ്പേസ് മാറ്റേഴ്സ്. ദുബായ് ഹാവിങ് ഭയങ്കര വലിയ ലിവിങ് ഏരിയ, എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂം. നാട്ടിലാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂം സിസ്റ്റം ഒന്നും ന്യൂസിലൻഡിലായിട്ടില്ല. പുതിയ ബിൽഡ് ആയിട്ടുള്ള ടൗൺ ഹൗസസിനൊക്കെയാണ് ഇപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പഴയ വീടുകളാണ് കൂടുതലും ന്യൂസിലൻഡിൽ ഉള്ളത്. അപ്പം പഴയ വീടുകളുടെ പ്രോബ്ലം വെതർ മാറ്റേഴ്സാണ്. ഇവിടെ കൂടുതലും തണുപ്പുള്ള സമയമാണ്, അതേപോലെ തന്നെ മഴയുണ്ട്, മോൾഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാം, അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടാവാം, കാർപ്പറ്റുകളുണ്ട്, അതുകൊണ്ട് ഡസ്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവാം. പിന്നെ തണുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക AC ഫീലിംഗ് അല്ല ആക്ച്വലി, നല്ല തണുപ്പാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ട് വന്ന് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കുമുണ്ട്. അത് എസ്പെഷ്യലി നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഫുൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അവിടെ GPയുടെ ബുക്കിംഗ് എടുക്കണം, ഫിസിഷ്യൻ രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ ഓരോന്നിനും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് പാത്വേ ഉണ്ട്. ആ പാത്വേ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. വരുന്ന സമയത്ത് തന്നെ ഒരു ഫുൾ വീട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ബിക്കോസ് നമുക്ക് ക്യാപ്പ് കഴിയണം അല്ലെങ്കിൽ ഓസ്കി കഴിയണം, അതിനുശേഷം ജോലി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. wherever we are getting the job, there we need to search the house. Searching the house also, you need to go to the real estate peoples, visit couple of houses, then you choose the best only for you, not only for you. House owner will decide. There will be 10-15 people will be lined up on back. So they will take out of this 15 the best. Same thing even if you apply for the job, they will take 15 out of the best, how many number you want. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം അക്കോമഡേഷൻ ഇറ്റ്സ് നോട്ട് റിയലി ടൈറ്റ് ആക്ച്വലി. ഇറ്റ് ഈസ് ദ നോർമൽ സിസ്റ്റം വാട്ട് ഈസ് ഹാവിങ് ഹിയർ. നമ്മൾ അതുമായിട്ട് അഡാപ്റ്റായി പോവുക. വൺസ് ഇതുമായിട്ട് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റേഷനായിട്ട് വരാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, സോ വി ആർ ഹിയർ ടു ഡു അവർ ക്യാപ് കോഴ്സ്. ബേസിക്കലി ക്യാപ് കോഴ്സ് ബിറ്റ്വീൻ 4 to 6 weeks. ജസ്റ്റ് ഫിനിഷ് യുവർ ക്യാപ് കോഴ്സ് വിത്ത് യുവർ ലിമിറ്റേഷൻസ് ആൻഡ് ബി പോസിറ്റീവ്. സോ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ട് ആ 4 weeks നിങ്ങൾ ക്യാപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം 100% ഷുവർ യു വിൽ ബി സക്സസ്.
ബട്ട് നിങ്ങളത് നമ്മളതിനെ കംപ്ലയിൻറ്റ് ചെയ്ത് എനിക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, എനിക്കിവിടെ ഡസ്റ്റ് ഉണ്ട്, എനിക്ക് ബെഡ് പറ്റുന്നില്ല, എൻ്റെ റൂമിൽ വേറെ ഒരാൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ആ കംപ്ലയിൻറ്റ് പോകുമ്പോൾ വി ആർ നോട്ട് ഫോക്കസിങ് ദ ക്യാപ്പ് ആക്ച്വലി, വി ആർ ഗോയിങ് ഔട്ട് സംതിങ് എൽസ്. സോ ഈ 4 weeks ആണ് നിങ്ങളുടെ ഹോൾ ഡെഡിക്കേഷൻ ആക്ച്വലി. വാട്ട് എവർ യു ആർ ഡൂയിങ് ദ ബെസ്റ്റ് വിത്ത് ദിസ് 4 weeks, യുവർ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ്, യുവർ സ്ലീപ്പിംഗ് ടൈം, യുവർ ഫോക്കസ് ഇൻ പേഷ്യൻറ്റ് കെയർ, your safety in practicing during your clinical placement, everything matters. കാരണം ക്യാപ്പ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. നമ്മൾക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ബിക്കോസ് യു നീഡ് ടു ഫിനിഷ് യുവർ ഡൊമെയിൻസ്, യു നീഡ് ടു ബി ഓൺ ടൈം, യു മേ ഹാവ് ദ ഷിഫ്റ്റ് വർക്ക്, you may have a preceptors, little bit, everyone is different. That's why they are implementing the OSCE now to make a unique structure. So when clinical placement going on, it is just like a different preceptors. ഓരോ preceptorsനും ഓരോ style of personality ആയിരിക്കും, ഓരോ style of evaluation ആയിരിക്കും. So അതിനനുസരിച്ച് നമ്മൾ we have to be prepared actually. 4 weeks we have to be like a student. അപ്പോൾ അക്കോമഡേഷനെ സംബന്ധിച്ച് വരുമ്പോൾ accommodation is expensive. Accommodation not going to be very close to your facility. You may need to walk. You should use how to use the public system. Otherwise public transportation system എന്ന് പറയുന്നത് എല്ലായിടത്തും ഒത്തിരി ഈസി ആക്സസ് അല്ല ന്യൂസിലൻഡിൽ. സോ അതിനനുസരിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ ടൈം വേണം, നമ്മൾ മൈൻഡിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ബസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ വി ഹാവ് ടു നോ ഹൗ ടു യൂസ് ദ ഊബർ. ദർ ആർ പീപ്പിൾ ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദ ഊബർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഇൻ്റർനാഷണൽ കാർഡ് അതിനകത്ത് കൊടുത്ത് ഇറ്റ് ടേക്സ് ഓൺലി 5 minutes. വെൻ യു നോ ഇറ്റ് തിങ്സ് ആർ ഈസി, ബട്ട് വെൻ യു ഡോണ്ട് നോ യു ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ നമ്മൾ ആ വരുന്ന സമയത്ത് ഈ ടു മെനി തിങ്സ് ഹാപ്പനിങ്. സോ ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് സ്ലോലി 1 by 1 ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പം വി ആർ അഡാപ്റ്റഡ് ടു ദ സിസ്റ്റം. സോ ദെൻ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ക്യാപ്പ് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടാൻ താമസമുണ്ട്. ആ ഡിലേയുടെ കാരണം എന്തുവാന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കപ്പിൾ ഓഫ് റീസൺസ്. റീസെൻ്റ്ലി ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒത്തിരി പേര് നമുക്ക് സ്ഥിരം വിളിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് ജോലിയുടെ ഒരു ബുദ്ധിമുട്ട്. സോ ബേസിക്കലി ലാസ്റ്റ് നവംബർ, ഡിസംബർ, ജാനുവരി 3 months ഒരു ലോങ് വെക്കേഷൻ അങ്ങോട്ട് കഴിഞ്ഞ് ഹാങ് ഓവർ ചെയ്യുന്ന ന്യൂസിലാൻഡ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് നമ്പർ 1 reason. സോ ആഫ്റ്റർ ദ വെക്കേഷൻ ഇറ്റ് ടേക്സ് ടൈം. ന്യൂസിലാൻഡ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ്, ന്യൂസിലാൻഡ് വിൽ സ്റ്റാർട്ട് അഡ്വർടൈസിങ് ദ വേക്കൻസീസ്. നമ്പർ 2, കോവിഡിൻ്റെ ടൈമിൽ ന്യൂസിലാൻഡിൽ അർജൻറ്റ് ഹെൽത്ത് സെക്ടറിൽ അർജൻറ്റായിട്ടുള്ള ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടായിരുന്നു. സോ ആ വേക്കൻസീസ്, എമർജൻസി സെക്ടറുള്ള വേക്കൻസീസ് എല്ലാം ഓൾറെഡി ഫിൽഡ് ആയിട്ടുണ്ട്. ന്യൂസിലാൻഡ് ഗോട്ട് എനഫ് നേഴ്സസ്. ഓക്കെ, ആ നേഴ്സസിനെ കിട്ടി ആ അർജൻറ്റ് വേക്കൻസീസ് ഫില്ലായപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്തു. എവറിത്തിങ് ഗോയിങ് ഓൺ ബഡ്ജറ്റ് ബേസിസ്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് സ്ലോ ഡൗൺ ആയി. സെയിം ടൈം ന്യൂസിലാൻഡിൽ തന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അവർ പാസ് ഔട്ട് ആവുന്ന ടൈമാണിത്. അവരുടെ ഗ്രാജുവേഷൻ ടൈം, അവർ ഗ്രാജുവേറ്റഡ് ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് കുറച്ച് സ്പേസ് മാറ്റി വെക്കുന്നുണ്ട് ഗവൺമെൻറ്. സോ അവർക്ക് അവിടെ ജോലി കൊടുക്കണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വരുന്നുണ്ട്. ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഈസ് റിയലി ബിസി. സോ APC ഈസ് ടേക്കിംഗ് ടൈം 2 months. ഇതൊക്കെ ആണെങ്കിൽ കൂടിയും നേരത്തേതിനെക്കാട്ടിയും കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു നേഴ്സ് ഇൻ്റർവ്യൂ പാസ്സായി ജോലി കിട്ടിപ്പോകുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി തറവ് അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് കൂടിയിട്ടുണ്ട്. ഇൻ റിഗാർഡ്സ് സെലക്ഷൻ ഓഫ് CVs, എക്സ്പീരിയൻസ്, അവരുടെ ഗ്യാപ്പ്, ഇതെല്ലാം മാറ്റേഴ്സാണ് സംടൈംസ്. നേരത്തെ സമയങ്ങളിൽ അർജൻറ്റ് വേക്കൻസീസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ആയിട്ടുള്ള എല്ലാ സെക്ടേഴ്സും ഇപ്പം ഇല്ല. അവരാ കാര്യങ്ങളെല്ലാം തന്നെ ടൈം എടുത്ത് ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ നടത്തി കറക്റ്റ് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. റീസെൻ്റ്ലി മൈൻഡ്രിയിലെ ഒരു കാൻഡിഡേറ്റ് വെല്ലിംഗ്ടണിൽ നിന്ന് എന്നെ വെല്ലിംഗ്ടണിൽ തന്നെ വിളിച്ചത്. പുള്ളിക്കാരിക്ക് 4 ഓഫർ ലെറ്റർ കിട്ടി. വെല്ലിംഗ്ടൺ DHP, ബ്ലെനിം DHP, ന്യൂ പ്ലിമൗത്ത് ആൻഡ് റേമാൻ റെസ്റ്റോംസ്. എന്നോട് ചോദിച്ചത് ഞാൻ ഏത് സെലക്ട് ചെയ്യണമെന്നാണ്. സീരിയസ്ലി. ഓക്കെ, സെയിം ടൈം വേറെ എന്നെ കാൻഡിഡേറ്റ് വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടാ ഇൻ്റർവ്യൂവിനൊന്നും ഇതുവരെ ആയിട്ടില്ല, നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്യുവാണ്. സോ ദർ ഈസ് സം പ്രോബ്ലം. ഐദർ നിങ്ങളുടെ CV ഒന്നുകൂടെ മോൾഡ് ചെയ്യേണ്ടി വരും, ഒന്ന് ചകഞ്ഞ് റെഡിയാക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി മൈൻഡ്രിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോലിയാകാത്ത ആൾക്കാരെ എല്ലാം സെപ്പറേറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ CV എല്ലാം വി ആർ ഗോയിങ് ബാക്ക് ആൻഡ് തറോലി ചെക്കിങ്. അല്ല, പുതിയൊരു CV പ്രൊഫഷണലായിട്ട്, അല്ലെങ്കിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ CVയിൽ അൺവാണ്ടഡ് തിങ്സ് അല്ലെങ്കിൽ ഒരുപാട് മോഡിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ഓൾഡ് CV ആണെങ്കിൽ അത് മാറ്റി CV ഒന്ന് മോഡിഫൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ന്യൂസിലാൻഡിൽ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു സെർട്ടൻ റെപ്യൂട്ടഡ് ആയിട്ടുള്ള
വെബ്സൈറ്റുകളാണ് ജോബ് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് പോകുന്നത്. ലിങ്ക്ഡിൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ന്യൂസിലാൻഡിൽ. കിവി ഹെൽത്തിനകത്താണ് ഒരുപാട് ജോബ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. എല്ലാ DHPക്കും അവരുടേതായ സൈറ്റ് ഉണ്ട്, ടിഫാട്ടോറ. അപ്പോൾ അവരവരുടെ ജോബ് വേക്കൻസീസ് അതിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വാരി വലിച്ച് അപ്ലൈ ചെയ്യുന്നതിന് പകരം സെലക്റ്റീവായിട്ട് ടേക്ക് ദ ബെസ്റ്റ് വിച്ച് ഈസ് മാച്ചിങ് വിത്ത് യുവർ CV. ഞാൻ 500 പ്ലേസസിൽ അപ്ലൈ ചെയ്തു എന്ന് പറയുന്നതും ഞാൻ 5 പ്ലേസസ് അപ്ലൈ ചെയ്യുന്നു പറയുന്നത് തമ്മിൽ വലിയ കാര്യമൊന്നുമില്ല. നീ അപ്ലൈ ചെയ്ത 5 പ്ലേസസ് പ്രോപ്പർ ആൻഡ് എക്സാക്ട്ലി മാച്ചിങ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ കോൾ. ദെൻ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പ്രൂവ് you are a competent nurse, you are a quality nurse in New Zealand. സോ കഴിഞ്ഞ നാളുകളിൽ വന്ന ഒരു ഇന്ത്യൻ നേഴ്സസിൻ്റെ മൈഗ്രേഷൻ ഒരുപാട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അത് ഇനി ഉണ്ടാവാതിരിക്കാനാണ് അവർ ക്വാളിറ്റി ആയിട്ടും അല്ലാതെയും ഒരുപാട് ചെക്ക് ചെയ്ത് പോകുന്നത്. ഈ വെക്കേഷനും ഈ പറഞ്ഞ ക്വാളിറ്റി ചെക്ക് വന്നപ്പോൾ ഒരു സൈഡ് ശരിക്കും ടൈറ്റ് ആയിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, ന്യൂസിലാൻഡിൽ റീസെൻ്റ്ലി ഒരു പേ റൈസ് വന്നു. പേ റൈസ് വന്നതിന് ശേഷം കുറേ നേഴ്സസ് ന്യൂസിലാൻഡ് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേഴ്സസ് ഒത്തിരി പേര് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ കിട്ടി ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷൻ്റെ ഒരു ഫ്ലോ ഒന്ന് കുറഞ്ഞു. സോ അത് ഒരു വൺ ഓഫ് ദ അനദർ റീസൺ. രണ്ടാമത് ഇനി കുറേ നേഴ്സസ് പ്രീവിയസ് ഗവൺമെൻറ്റും ഇപ്പം നിലവിലുള്ള ഗവൺമെൻറ്റും അവർ ഓൾറെഡി അനൗൺസ് ചെയ്തൊരു കാര്യമായിരുന്നു ക്യാപ്പിൻ്റെ ഫീസ് റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. ഈ റീഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന കുറേ നേഴ്സസ് ഉണ്ട്. റീഫണ്ട് ഈസ് ടേക്കിംഗ് ടൈം. സോ അവരിവിടെ വന്നു, ക്യാപ്പ് ഫിനിഷ് ആക്കി ജോലിക്ക് കയറി റീഫണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവരപ്പോൾ ഒരുപക്ഷെ ഈ റീഫണ്ട് കിട്ടിയിട്ട്, ഇതെല്ലാം അസ്യൂംസ് ആണ്, നമ്മുടെ ഓരോ പ്രഡിക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്, റിയൽ ആവാം റിയൽ ആവാതിരിക്കാം. ഓക്കെ, സോ അവരൊരു പക്ഷേ ഈ റീഫണ്ട് എല്ലാം കിട്ടി അവരൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ 1 ഇയർ കോൺട്രാക്ട്, 2 ഇയർ കോൺട്രാക്ട്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് തീർത്തതിന് ശേഷമേ അവരുടെ ആ മൈഗ്രേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ഓൾറെഡി റീഫണ്ട് മേടിച്ചവരുണ്ട്. അപ്പോൾ അവരെല്ലാം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് പോകാൻ താല്പര്യമില്ലെങ്കിലോ ഇതെല്ലാം ഈ കപ്പിൾ ഓഫ് റീസൺസ് എല്ലാം കണക്റ്റഡ് ആയ സമയത്ത് വേക്കൻസീസ് അതുപോലെ തന്നെ നമ്പേഴ്സ് വൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൈഗ്രേഷൻ്റെ അളവ് കുറഞ്ഞു. ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചപ്പോൾ വേക്കൻസീസുകളും അതിനനുസരിച്ച് കുറഞ്ഞു വന്നു. എന്നീ വിചാരിച്ച് ഞാൻ ഇപ്പോഴും ഐ എം 100% കോൺഫിഡൻറ്റ്. ഇഫ് യു ഹാവ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഇഫ് യു ഹാവ് എ കോൺഫിഡൻസ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈവൻ ദോ ഇഫ് യു ഹാവ് 1 ഇയർ എക്സ്പീരിയൻസ്, there are people getting jobs. 100%. With evidence. Recently ക്യാപ്പ് കഴിഞ്ഞൊരു കാൻഡിഡേറ്റ്, ഹി വാസ് ഇൻ ഓക്ലൻഡ് ആക്ച്വലി, റെസ്റ്റ് ഹോമിൽ പ്ലേസ്മെൻ്റ് ആയിരുന്നു. ടേക്കൺ തിങ്സ് വെരി പോസിറ്റീവ്ലി. Just immediately finishing the cap, he got a job in Middlemore Hospital. He got a 2 year experience in India, only in operation theatre. So always, again, specialty always in a demand sometimes കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് ഹാഫ് ഓഫ് ദ തിങ്സ് you do your hard work, trust God will take care. So I am 100% sure 2025, 2035 nurses will always migrate to New Zealand and also Australia. And there will be job opportunities, but it won't be like a vast number of open door. So when I came into New Zealand, like എൻ്റെ വൈഫിന് 6 months എടുത്ത് ജോലി ആവാൻ, ഏകദേശം നമ്മൾ ആ ഒരു ട്രെൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡ് ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോവിഡിൻ്റെ ആ ഒരു പീക്ക് സിറ്റുവേഷൻ കഴിഞ്ഞു. തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ. ഹെൽത്ത് സെക്ടറിൻ്റെ ആ ഒരു നേഴ്സസിൻ്റെ ഒരു സ്റ്റെബിലിറ്റി റേഷ്യോ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയിപ്പം അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് റിട്ടയർമെൻറ്റ് സ്റ്റേജ് വരും. ലോട്ട്സ് ഓഫ് സീനിയർ നേഴ്സസ് ഗോയിങ് ടു റിട്ടയർഡ്. സോ വീണ്ടും ഒരുപാട് അടുത്ത ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ വീണ്ടും ഒത്തിരി വേക്കൻസീസ് ഇവിടെ വരും. ബിക്കോസ് ഈ റിട്ടയർമെൻറ്റ് ഇവിടെ സീനിയർ നേഴ്സസ് റിട്ടയർ ആവുന്നതിനനുസരിച്ച് വേക്കൻസികൾ വീണ്ടും ഓപ്പൺ ആയിക്കൊണ്ടേ. നമ്മൾ ഈ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിനെ കുറിച്ച് പറഞ്ഞപ്പം ഇപ്പോഴും ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയ. തീർച്ചയായിട്ടും ഇപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺ ലൈക്ക് നമുക്ക് അവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് വീട് മേടിക്കാം. ഡിസ്റ്റൻസ് ടു ട്രാവൽ ഇന്ത്യ കുറച്ചുകൂടെ ക്ലോസ് ആണ്. ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഒത്തിരി ഉണ്ട്. ന്യൂസിലാൻഡിൽ നിന്ന് നമ്മളിപ്പോൾ ഇപ്പം മലയാളിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സിംഗപ്പൂർ എയർലൈൻസ്, മലേഷ്യ എയർലൈൻസ്, അല്ലെങ്കിൽ ദുബായ് വഴി എമിറേറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കണക്റ്റഡ് ഫ്ലൈറ്റുകളാണുള്ളത്. പക്ഷേ ഓസ്ട്രേലിയ സ്ട്രേറ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ന്യൂസിലൻഡിൽ ഒരു 1 million ആണ് ആവറേജ്. ഓക്ലൻഡ് പോലുള്ള സ്ഥലങ്ങളൊക്കെ വീട് നമുക്ക് നോക്കി തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ പോലും ഒരു 600,000 നമുക്ക് ആവശ്യം വരും. സോ ഓസ്ട്രേലിയയിൽ ലാൻഡ് ഒത്തിരി ഉണ്ടായതുകൊണ്ട് ഹൗസിങ് അത്രയും എക്സ്പെൻസീവ് അല്ല, കുറച്ചുകൂടി ചീപ്പറാണ്. പിന്നെ പഴയ കാലങ്ങളിൽ മൈഗ്രേറ്റ് ആയ ആൾക്കാരുണ്ട് ഓസ്ട്രേലിയക്ക് ന്യൂസിലൻഡിൽ നിന്ന്. അവരുടെയൊക്കെ റിലേറ്റീവ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഓസ്ട്രേലിയ ഉണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് എൻ്റെ സിസ്റ്റർ അടുത്തോട്ട് പോകാൻ നോക്കത്തേ ഉള്ളൂ. അത് അനദർ റീസൺ ആണ് മൈഗ്രേറ്റ് ചെയ്യാനുള്ളത്. നിലവിൽ ക്യാപ്പിൻ്റെ അഡ്മിഷൻ കിട്ടാൻ എന്താ സിറ്റുവേഷൻ ലൈക്ക്?
ക്യാപ്പിൻ്റെ അഡ്മിഷൻ ആക്ച്വലി ഒരു അൺസർട്ടനിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എക്സാക്ട്ലി ക്യാപ്പിൻ്റെ അഡ്മിഷൻ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ബിക്കോസ് ടൈം ഡിലേ ഉണ്ട് ഒത്തിരി ഡിലേ ഉണ്ട് സോ 2-3 തിങ്സ് കണക്റ്റഡ് ആണ്. ഒന്ന് ക്യാപ്പ് ഈസ് ഗെറ്റിംഗ് ക്ലോസ്ഡ്. മെജോറിറ്റി ഓഫ് ദ കോളേജസ് നിലവിൽ ന്യൂസിലാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ്. ബൈ 2024 മെജോറിറ്റി ഓഫ് ദ ക്യാപ്പ് പ്രൊവൈഡേഴ്സും അവർ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നീങ്ങുകയാണ്. ഐദർ ദേ വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ഓസ്കി ട്രെയിനിങ് ഓർ ദേ വിൽ ബി ക്ലോസിങ് പെർമനൻ്റ്ലി. സോ വിത്ത് MindTree 100% MindTreeയിൽ എന്നുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും നമ്മൾ ക്യാപ്പിൻ്റെ സീറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് എവറിത്തിങ് ഈസ് ലൈൻഡ് അപ്പ് ഫോർ ദം, എവറിത്തിങ് ഈസ് പ്ലാൻ ഫോർ ദം. പക്ഷേ പുറത്ത് വേറെ കുറേ കാൻഡിഡേറ്റ്സ് ക്യാപ്പ് സീറ്റിന് വേണ്ടി നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒരു ഡിലേ വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് ഒത്തിരി ഡിലേ ആണ്. കാരണം DHP പോലുള്ള ഹോസ്പിറ്റൽസ് സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കുറച്ചു, നമ്പേഴ്സ് കുറഞ്ഞു. അപ്പം പ്ലേസ്മെൻറ്റുകൾ കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ന്യൂസിലാൻഡ് ഒരു ചെറിയ കൺട്രിയാണ്. അപ്പം ക്യാപ്പിൻ്റെ ഒരു പാർട്ടാണ് ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് ഡിലേ ആവുന്നത് കൊണ്ടാണ് ക്യാപ്പിൻ്റെ അഡ്മിഷനും ഏറെക്കുറെ ഡിലേ ആവുന്നത്. എന്നാലും നിലവിൽ എല്ലാ ആൾക്കാർക്കും ക്യാപ്പ് സീറ്റ് ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് ബിക്കോസ് പഴയതുപോലെ ഒത്തിരി പ്രൊവൈഡേഴ്സ് ഇപ്പോൾ ഇല്ല, എല്ലാവരും ക്ലോസ് ആവുന്നതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാവുന്ന മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ക്യാപ്പ് ഇൻ കേസ് 2024 നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും 25 കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇപ്പം പോകുന്നത്. വിത്ത് MindTree മോസ്റ്റ് പ്രോബബ്ലി വിൽ കണ്ടിന്യൂ അണ്ടിൽ 2025 വിത്ത് ക്യാപ്പ് സീറ്റ്. സോ അതുവരേക്കും നിങ്ങളുടെ ഡിസിഷൻ ലെറ്റർ 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. ഈ വാലിഡിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ 1 ഇയറിനുള്ളിൽ നമുക്ക് ക്യാപ്പിന് അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ക്യാപ്പ് കംപ്ലീറ്റ് ആക്കാൻ ഈസി ആയിട്ട് സാധിക്കും. OETയുടെ വാലിഡിറ്റി ചില കോളേജസ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ റീറൈറ്റിംഗ് ദ OET. ബട്ട് വിത്ത് നമ്മൾ MindTreeയിൽ അത് നിലവിൽ ഓക്കെയാണ്, അക്സെപ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. സോ ക്യാപ്പ് അഡ്മിഷൻ ഡോണ്ട് വറി, നിങ്ങൾക്ക് ക്യാപ്പിൻ്റെ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ച് പഴയതിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ ഒരു പക്ഷേ അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. How about HCA Visa or HCA job? ഒരു വളരെ വലിയ ഹോട്ട് ടോപ്പിക്കാണ് ഇതിപ്പം നിലവിൽ ഇൻഡസ്ട്രിയിൽ. കാരണം ന്യൂസിലൻഡ് ആസ് ഫാർ ആസ് ഐ നോ HCA വിസ എന്ന് പറഞ്ഞൊരു വിസ ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഉള്ളതായിട്ട് പോലും നമുക്കൊന്നും അറിയത്തില്ല. ക്രിട്ടിക്കൽ കെയർ ഇരുന്ന സമയത്ത് ക്രിട്ടിക്കൽ പർപ്പസിൽ കുറേ ആൾക്കാർ HCA അതായത് റെസ്റ്റ് ഹോമുകളൊക്കെ കൊണ്ടുവന്ന് അവർ അന്ന് HCA ആയിട്ട് ജോബിന് കയറിയിട്ടുണ്ട്. അത് ഓൾഡ് സ്റ്റോറിയാണ്. ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ HCA ജോബ് വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ്, തീരെ കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ HCA വിസ കൊടുക്കുവാണെങ്കിൽ പോലും നിങ്ങളുടെ ജോബ് ഓഫറും നിങ്ങളുടെ ലൊക്കേഷനും നിങ്ങളുടെ പേ സ്കെയിലും എല്ലാം 100% ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. ബിക്കോസ് ആസ് പെർ ന്യൂസിലൻഡ് സ്റ്റാൻഡേർഡ് നമുക്ക് ഇവിടെ ഒരു ജോലി അഡ്വർടൈസ് ചെയ്ത് ന്യൂസിലൻഡിൽ അങ്ങനെ ഒരാൾ ഇല്ല എന്ന് കൃത്യമായ എവിഡൻസ് കൊടുത്താൽ മാത്രമേ വിസയ്ക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പുറത്തുള്ള ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ AEW എംപ്ലോയർ അക്രഡിറ്റഡ് വർക്ക് വിസ ഏതെങ്കിലും രീതിയിൽ സംഘടിപ്പിച്ച് തരികയാണെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾക്ക് ജോലി ഉണ്ടോ ഇല്ലയോ, വെദർ യു ഹാവ് എ സെക്യൂർഡ് ജോബ്, വേർ ഈസ് യുവർ ജോബ്, വാട്ട് റെസ്റ്റ് ഹോംസ് അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് ജോലിയുള്ളത് 100% കൺഫേം ചെയ്താൽ മാത്രമേ നിങ്ങൾ അതുകൊണ്ട് തലവയ്ക്കാവൂ. അങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് കമ്പനി നിലവിലില്ല. ഉള്ളത് ഫേക്ക് ആവാനാണ് സാധ്യത കൂടുതലും ഉള്ളത് എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകുന്നത് വി വിൽ ബി ഹാപ്പി ടു അക്സെപ്റ്റ്. പക്ഷേ മേക്ക് ഷുവർ യു ആർ ഇൻ എ റൈറ്റ് പാത്ത് വേ വിത്ത് എ റൈറ്റ് ഏജൻസി. So far I understand there is no recruitment agency for HCA. So make sure you are in a safe hands. Okay. Is there any benefit for Indian nurses coming to New Zealand at present stage? Oh sure, that's a very good question. Like 100% benefit ഉണ്ട്. ബിക്കോസ് ഞാൻ മൈഗ്രേറ്റ് അയക്കുന്നത് ദുബായിൽ നിന്നാണ്. സോ കൺസിഡറിങ് മൈ സിറ്റുവേഷൻ, എനിക്ക് 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ ദുബായിൽ നിൽക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏർലി മോർണിംഗ് 4 o'clock റെഡിയായി കുഞ്ഞുങ്ങളെ 5-5:30 സമയത്തിന് ഞാൻ സ്കൂളിൽ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് നമ്മുടെ ഡ്യൂട്ടി ഒരിക്കലും ഫ്ലെക്സിബിൾ ഡ്യൂട്ടി കിട്ടത്തില്ല. ഇവിടെ കിട്ടും ന്യൂസിലാൻഡിൽ വാട്ട് വി ആർ ഗെറ്റിംഗ് ലൈക്ക് എ ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ഡ്യൂട്ടി. നമ്മൾ എന്താണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് മെജോറിറ്റി ഓഫ് ദ ടൈം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 പേരും ഫുൾ ടൈം വർക്ക് ചെയ്യണം. വീട്ടിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്കൊരാൾ വേണ്ടി വരും. കുഞ്ഞുങ്ങളുടെ പഠിത്തം എപ്പോഴും അണ്ടർ പ്രഷർ കുക്കറിലായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ അതും ടു എക്സ്പെൻസീവ് ഇൻ ഔട്ട് സൈഡ്, ഇൻ ഇന്ത്യ ആൾസോ എക്സ്പെൻസീവ്. സോ ഇവിടെ ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഫ്രീ എഡ്യൂക്കേഷനാണ്, അവരുടെ ഹെൽത്ത് ഫ്രീ ആണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ എത്ര പൈസ സ്പെൻഡ് ചെയ്താലും കിട്ടാത്തൊരു ക്വാളിറ്റി ന്യൂസിലാൻഡിലുണ്ട് എന്ന് എനിക്ക് 100% പ്രൗഡോട് പറയാൻ പറ്റും. സോ അതാണ് ന്യൂസിലാൻഡിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. പിള്ളേരെ അത്രയ്ക്ക് എത്തിക്സും വാല്യൂസും മോറൽസും
എന്ന് വേണ്ട അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ ക്യാപ്സൂൾ രീതിയിൽ അതാത് ഏജിൽ കൊടുത്താണ് അവർ കൊണ്ടുവരുന്നത്. അവരുടെ പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് വേണ്ടുന്ന ലാംഗ്വേജാണ്. ഈ ലാംഗ്വേജ് അവർക്ക് ന്യൂസിലൻഡിൽ വന്നാൽ കിട്ടുന്ന ഒരു ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം, വേൾഡ് വൈഡ് അംഗീകരിച്ച ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു കോൺഫിഡൻസ് ഇൻ സ്പീക്കിംഗ് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പോയാലാണ് കിട്ടുന്നത്. അപ്പോൾ ന്യൂസിലാൻഡ് പഠിച്ച ഒരു കുട്ടിയും ഓവർസീസിൽ അല്ല നാട്ടിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയും തമ്മിൽ ഇംഗ്ലീഷിലെ ബാരിയർ ഒരു ഭയങ്കര ഹ്യൂജ് ഡിഫറൻ്റ് ആയിരിക്കും. സോ സിമ്പിൾ വേ ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണത്. ഞാൻ ഇന്ത്യയിലെ നേഴ്സായിരുന്നു, ദുബായിലെ നേഴ്സായിരുന്നു, ന്യൂസിലൻഡിലെ നേഴ്സാണ്. I am going to do the same work. Okay. There is nothing changing. I am changing my house, I am changing my location, I am changing my hospital. But my work is same, exactly same. Only the salary will different. Salary is having some different. But I have a freedom to work here. I have less stress compared to other places. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹൈ ഗുഡ് എഡ്യൂക്കേഷൻ. എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ they are going to enjoy the freedom. They are going to get a very good future. Yeah. So my future is almost like 30-40 years you have achieved whatever you can. Okay, you're not going to change your profession or you're not going to change anything much. But എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു generation now, when they are in higher education or degree stage, they will be choosing what they want. They can study what they want. They can explore what they want. They will be getting a very good future. Okay. So concluding, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ദിസ് മൈഗ്രേഷൻ, നത്തിങ് എൽസ്. So you are going to struggle. You are going to struggle with your accommodation. You are going to struggle with your job. You are going to struggle with your facilities, what you are enjoying or what you are getting here. You are going to struggle all the way. There is no doubt. So if you are able to struggle, you are compromising or you are giving a good life for your next generation. Yeah, that's good. To conclude with one more question. Recently, MB Ministry of Business Innovation and Employment അവരുടെ ഒരു ന്യൂസ് വന്നു. ഈ കോവിഡ് കഴിഞ്ഞിട്ട് മൈഗ്രേഷൻ ന്യൂസിലാൻഡിലോട്ട് ഒത്തിരി കൂടിയിട്ടുണ്ട്. സോ വിൽ ഇറ്റ് അഫക്റ്റ് ഓൾ പീപ്പിൾ മൈഗ്രേഷൻ, ഐ മീൻ ഇന്ത്യൻ or other countries? അല്ല, അതൊരു ഇമിഗ്രേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇമിഗ്രേഷൻ ആണ് അതിന് ശരിക്കും ആൻസർ പറയേണ്ടത്. അത് ഹെൽത്ത് റിലേറ്റഡ് സെക്ടറിൽ ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ദർ ഈസ് ടു മച്ച് സപ്ലൈ ഡിമാൻഡ് വിൽ കം ഡൗൺ. When there is less supply, demand will up. This is economical true ആണത്. ഓക്കെ, സോ ഇപ്പം നിലവിൽ സംഭവിച്ചിരിക്കുന്നതും നേഴ്സസിനെ സംബന്ധിച്ച് നമുക്ക് അർജൻറ്റ് ആയിട്ടുള്ള വേക്കൻസികളെല്ലാം തന്നെ ഒരുപാട് നേഴ്സസിൻ്റെ മൈഗ്രേഷൻ കോവിഡിൻ്റെ ടൈമിൽ അവർ സപ്പോർട്ട് ചെയ്യും. നേഴ്സസിനെ എസ്പെഷ്യലി ആകെ സപ്പോർട്ട് ചെയ്ത ഒരു പ്രൊഫഷൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നേഴ്സസ് ആയിരുന്നു. ക്രിട്ടിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വിസ സെക്ഷൻ തന്നെ അവർക്ക് കൊണ്ടുവന്നു. ഫുൾ ഫാമിലിയെ ഒരേ ടൈം അവർ മൈഗ്രേറ്റ് ചെയ്തു. ഫുൾ റീഫണ്ട്, റീലൊക്കേഷൻ പാക്കേജ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തും കുറേ നേഴ്സസ് ആ ടൈമിലെത്തി. അവരെ എല്ലാം തന്നെ ന്യൂസിലൻഡ് സേവ് ചെയ്തു. അവരെ എല്ലാവർക്കും തന്നെ സ്ട്രേറ്റ് ഫോർവേഡ് അവർക്ക് ജോബ് വിത്ത് പ്ലേസ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും കിട്ടി. ആ സമയത്ത് വന്ന ആ ഒരു ക്രൈസിസ് ഇപ്പം നിലവിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം ആ സമയത്ത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുകയും നേഴ്സസ് അത് യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരുപാട് നേഴ്സസ് ഫാമിലി ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് മിസ്റ്റർ ജിജോ ഫോർ യുവർ ടൈം യു ടുക്ക് to spend with us, and I believe it was really productive. നമുക്ക് കേൾക്കാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ മിസ്റ്റർ ജിജോ നമ്മളോട് ഷെയർ ചെയ്തു. May God bless you abundantly for what all you are doing and the service that you are doing selflessly. Keep on continuing. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓൾ ദ വേ വെല്ലിംഗ്ടണിൽ നിന്ന് ഇവിടം വരെ എന്നെ കാണാൻ വരികയും, നമ്മളിപ്പോൾ ഓക്ലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്, എന്നെ കാണാൻ ഓൾ ദ വേ ട്രാവൽഡ് ബൈ ദ കാർ. സോ ഇത്രയും ദൂരം നിങ്ങൾ എന്നെ കാണാൻ വന്നതും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ ചാനലിൽ കൂടി ഒരുപാട് ന്യൂസസ് ഇനി ന്യൂസിലൻഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സസിന് മാത്രമല്ല മറ്റുള്ള എല്ലാ പ്രൊഫഷനും കമ്മ്യൂണിറ്റീസിനും ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഇൻഫർമേഷനായിട്ട് നിങ്ങളുടെ ചാനൽ മുന്നോട്ട് വരട്ടെ. മലയാളികൾക്ക് ഒരു മാതൃകയാവട്ടെ. നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് ഒരുപാട് നല്ല ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ. ഒരു പക്ഷേ വരും സമയങ്ങളിൽ ഗുഡ് ന്യൂസായിട്ട് നമുക്ക് വീണ്ടും കാണാം, വീണ്ടും ലൈവിൽ വരാം. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ എവറി വൺ ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.